സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ. ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. എഴുതിയ ലേഖനമാണ് 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. എങ്ങനെയാണ് വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഈ 3 വാക്യങ്ങളിൽ 2 നിർദ്ദേശങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി വിശ്വാസ സത്യത്തെ മുറുകെ പിടിക്കുക, രണ്ടാമതായി കൃപയുടെ സിംഹാസനത്തെ പ്രത്യാശയോടെ സമീപിക്കുക. ഈ 2 ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ വിശ്വാസിയെ പ്രാപ്തനാക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. യേശു കരുണയുള്ളവനും വിശ്വസ്തനുമായ പ്രധാന പുരോഹിതനാണ്. യഥാർത്ഥ കൃപാസനം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. യേശു ആ സിംഹാസനത്തിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായി യേശു പ്രവേശിച്ച സ്വർഗീയ കൃപാസനത്തെ സമീപിക്കുവാനുള്ള ആനുകൂല്യവും അവകാശവും നമുക്കുണ്ട്. കാരണം യേശു നമുക്ക് അതിനുള്ള ആത്മധൈര്യം നൽകിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മെപ്പോലെ മനുഷ്യനാണ്, ഇവരോട് ഒന്നായി തീർന്നവനുമാണ്. പരീക്ഷിക്കപ്പെട്ട അവൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അവൻ പാപം ചെയ്തിട്ടില്ല, പരീക്ഷയുടെ കാഠിന്യം അങ്ങേയറ്റം വരെ അനുഭവിച്ചവനാണ്. അവൻ പരീക്ഷകളെ നേരിട്ടുകൊണ്ട് അവിടേക്ക് പ്രവേശിച്ചതുപോലെ പരീക്ഷിക്കപ്പെടുന്ന നമുക്കും അവിടെ പ്രവേശനമുണ്ട്. അതിനുള്ള ശക്തി അവൻ കരുണയും കൃപാവരവും വഴി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ കരുണയും കൃപാവരവും നമുക്ക് ധൈര്യം അഥവാ പ്രത്യാശ പ്രദാനം ചെയ്യുന്നു. വിശുദ്ധരിൽ സംവിതരനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഞങ്ങളെ സാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനവായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.